ടോവിനോ തോമസിൻ്റേതായിട്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം ഏറാം എന്നുള്ള പേരിൽ ഇപ്പോൾ തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്ത പടം 2D ഫോർമാറ്റിലും 3D ഫോർമാറ്റിലും ഇറങ്ങിയിട്ടുണ്ട്. 2Dയിലാണ് ഷോട്ട് ചെയ്തത്, ഇപ്പോൾ അത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് 2D പോയിട്ടാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 30 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള ഒരു വിസ്മയമാണ് പടം. പടത്തിൻ്റെ ഡെബ്യൂ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാലാണ്. ജിതിൻ ലാൽ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫെസ്റ്റിവലാണ്, ഒരു ഫിയസ്റ്റ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക്. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. അത്രക്കും പെർഫെക്റ്റായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. മിത്തും റിയാലിറ്റിയും ഒക്കെ മിക്സപ്പ് ചെയ്ത് നമ്മൾ ആ പടത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ത്രൂ ഔട്ട് ആ പടത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിൻ്റെ നരേറ്റിങ് വന്നിട്ടുള്ളത്. മേക്കിംഗ് ആണെങ്കിൽ അത്രക്കും ഗംഭീരമാണ്. 3 ജനറേഷനാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ സക്സസർ, അതിൻ്റെ അടുത്ത തലമുറയിൽ വരുന്ന മണിയൻ എന്ന് പറഞ്ഞ ആൾ, അടുത്ത ജനറേഷനിൽ വരുന്ന അജയൻ എന്ന് പറഞ്ഞ ആൾ. ഈ 3 ക്യാരക്ടറും പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോവിനോ തോമസ് ആണ്. അത്രയും ഗംഭീരമായിട്ടാണ്, മികച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ബോഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് നല്ല മെയ്വഴക്കമുള്ള ഒരു കളരി അഭ്യാസി, അതാണ് അദ്ദേഹം ഈ പടത്തിൽ. ആ 3 ജനറേഷനിലും അദ്ദേഹത്തിൻ്റെ ആ ഫൈറ്റ് സീനുകളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയ്വഴക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണഞ്ചി പോകും. അത്രക്കും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഇവരെ പെയറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒന്ന് ഐശ്വര്യ രാജേഷാണ്, ഫസ്റ്റ് ജനറേഷനായ കുഞ്ഞിക്കാളുവിൻ്റെ പെയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷനായിട്ടുള്ള ഈ മണിയൻ എന്ന് പറഞ്ഞ ഒരു കള്ളനാണ് മണിയൻ. പിന്നെ പുള്ളിക്കാരൻ്റെ പെയറായിട്ട് അഭിനയിച്ചത് സുരഭി ലക്ഷ്മിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാലൊക്കെ അടിപൊളിയാണ്. അത്രക്കും നല്ല രീതിയിൽ തന്നെ അവർക്ക് അഭിനയത്തിൻ്റെ കാര്യമൊന്നും അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന റോള്, അതേപോലെ ഈ ടോവിനായിട്ടുള്ള ഇൻറ്റിമേറ്റ് സീൻസുകൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രക്കും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. നല്ല രീതിയിലുള്ള റൊമാൻറ്റിക് സീനുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടലുകളില്ല, ഒരുപാട് മെഴുകലുകളില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പറയേണ്ട പോലെ ചെയ്ത് ഒട്ടും ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 1990കളിലുള്ള നമ്മളുടെ അജയൻ്റെ വേറൊരു ലൈഫ്, അതാണ് ഈ പടം ത്രൂ ഔട്ട് കാണിക്കുന്നത്. അതിൽ പഴയ കാലഘട്ടം വേറെയും കാണിക്കുന്നുണ്ട്, കുഞ്ഞിക്കോളുവിൻ്റെ കാലഘട്ടം കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ തന്നെ മണിയൻ്റെ കാലഘട്ടം, മണിയന് ഓൾറെഡി പറഞ്ഞ ഒരു കള്ളനാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നതൊക്കെ അത്രക്കും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അജയൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അജയ് ഒരു പ്ലംബറാണ് ബേസിക്കലി. പിന്നെ PSCയിലൊക്കെ എഴുതിയിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരാളാണ്, ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിന് ഒരുപാട് ജാതി പ്രശ്നങ്ങൾ, സ്റ്റിഗ്മകൾ, അതിൻ്റെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മേൽജാതി കീഴ്ജാതി എന്നുള്ള പ്രശ്നങ്ങൾ, അമ്പലപ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് ആൾക്കാരുടെ മുമ്പിൽ പരിഹാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പൂർവികനായിട്ടുള്ള മണിയൻ ഒരു കള്ളനായിരുന്നു. അപ്പോൾ ആ കള്ളന്മാരുടെ ഒരു കുടുംബത്തിലുള്ള പാരമ്പര്യത്തിൽ പെട്ട ആളാണ് അജയൻ, അതായത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ ഇടയിലെ കുത്തുവാക്കുകളും പരിഹാസവും പോലീസുകാരുടെ നിന്നുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അജയൻ. അജയൻ്റെ ഒരു പ്രേമാണ് ഇപ്പോൾ ഉള്ള ഈ കൃതി ഷെട്ടിയുടെ റോള് ചെയ്തിട്ടുള്ള ലേഡി. അത് ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ലേഡി ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്, അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു പെയറാണ്. ഇവർ തമ്മിലുള്ള ഇമോഷൻ സീൻസുകളാണെങ്കിലും ശരി, ലവ് സീനുകളാണെങ്കിലും ശരി, റൊമാൻറ്റിക് സീനുകളാണെങ്കിലും ശരി, ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് ജിതിൻ ലാൽ ഡയറക്ടർക്ക് കഴിയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ പടത്തിലുണ്ട്. മിത്ത് റിയാലിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു നരേഷനാണ്, നല്ല സ്റ്റോറി ലൈനാണ്. അതായത് തുടക്കം തന്നെ ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ തോന്നുമെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് നമ്മളെ ഈ പടത്തിലേക്ക് ഫുൾ അങ്ങോട്ട് എൻഗേജ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലെ ഫോക്ക് സോങ്ങുകൾ, അതായത് നാടോടി സോങ്ങുകൾ, അത് മിക്സപ്പ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള BGM വെച്ച് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നല്ല സോങ്സ് വെച്ചിട്ട് നമ്മളെ പടത്തിൽ എൻഗേജ് ചെയ്തിട്ട് നല്ല ഒരു എന്താ പറയുക, സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുള്ള രീതിയിൽ, ചാടാൻ തോന്നുന്നുള്ള രീതിയിൽ അത്രക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഓരോ എലമെൻസുകൾ, അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഭയങ്കര ആകാംക്ഷ തോന്നുന്ന രീതിയിൽ പടം എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ ആൾക്കാർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. VFXൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ അത്രക്കും ബ്യൂട്ടിഫുള്ളാണ്. ഒന്നും ഒരു തട്ടിക്കൂട്ട് VFX ആയിട്ട് തോന്നൂല. 30 കോടി രൂപ മുടക്കിയിട്ട് നിർമ്മിച്ച ഈ പടം, അതിൽ 1 രൂപ പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത്രക്കും ഗംഭീരമായിട്ട് ഇതിനകത്തുള്ള സോങ്സ് ആണെങ്കിലും ശരി, BGM ആണെങ്കിലും ശരി, ഈ ഫോക്ക് സോങ്സ് ആണെങ്കിലും ശരി, പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്താണെങ്കിലും ശരി. ഇപ്പോൾ ജഗദീഷൊക്കെ ഇതിനകത്തുള്ള പ്ലേസ് ചെയ്തൊരു ക്യാരക്ടർ കൊല്ലൻ്റെ ക്യാരക്ടറാണ്. വളരെ
നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ ജഗദീഷിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അജയൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന രോഹിണിയാണ്. രോഹിണിയുടെ ക്യാരക്ടർ വളരെ നല്ലതാണ്. അജു വർഗീസിൻ്റെ റോളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അത്രക്കും പ്രാധാന്യമുള്ള റോളാണ്. പിന്നെ ബേസിൽ ജോസഫ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കീ റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ പടത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മെയിൻ ഘടകം ബേസിൽ ജോസഫിൻ്റെ ഒരു റോളാണ്. പിന്നെ ഉള്ളത് സുധീഷ് പണ്ടത്തെ ആ ഒരു കോമഡി ലൈനിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിനകത്തുള്ള ഒരു നമുക്ക് തന്നെ തല്ലാൻ തോന്നുന്നുള്ള രീതിയിലുള്ള ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത്രക്കും നല്ല രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് സുധീഷിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കഥ, ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കഥ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കഥ, തികച്ചും സാങ്കല്പികമായിട്ടുള്ളൊരു സൃഷ്ടി. പക്ഷേ എന്താ ചെയ്തു വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഒറിജിനലായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിക്കണമെന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാനായിട്ട്, അത് വെറുതെ ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസി പടം എടുത്ത് വെക്കണ പോലെയല്ല, ഒരു റിയാലിറ്റിയിലേക്ക് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ അതിൻ്റെ അവസാനം വരെ ഓരോ പോയിന്റിലും നമ്മളെ ഈ പടത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ നേരേറ്റർക്ക് മേക്ക് ചെയ്ത ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്രക്കും പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. 30 കോടി രൂപ ബഡ്ജറ്റ് കൊണ്ട് മാത്രം ലോക പ്രശസ്തി നേടുന്ന രീതിയിലുള്ള ഒരു പടത്തിൻ്റെ പാർട്ടാവാനായിട്ട് മലയാള സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ടോവിനോ തോമസിന്, ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒരു 10-15 വർഷത്തിൻ്റെ ഇടയിൽ ഇത്രക്കും നല്ലൊരു സൃഷ്ടി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് പടം കാണാത്ത ആളാണെങ്കിൽ, തിയേറ്ററിൽ പടം പോയി കാണാൻ നിങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ടൈം ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് വേണ്ട ടി വിയിൽ കണ്ടാൽ മതി എന്നുള്ള വിചാരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ചിന്ത മാറ്റി വെച്ചേക്ക് ഇത് തിയേറ്ററിൽ പോയിട്ട് കണ്ടേ പറ്റൂ. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എൻഗേജ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അതിൻ്റെ ഫുൾ ഫീല് നിങ്ങളെ ഹാർട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. 144 മിനിറ്റാണ് പടം ഉള്ളത്. ഇൻ്റർവെൽ അടക്കം 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷെ പടം ഷോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. അത്രക്കും സ്പീഡിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്, തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ. അതായത് ഇൻ്റർവെൽ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ് എത്തുകയുന്നത്. പിന്നെ അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷം ഒട്ടും ലാഗില്ലാത്ത രീതിയിൽ ടപ്പ് ചെയ്തുകൊണ്ട് പടം കൊണ്ട് പോവും, ഫിനിഷ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കും ഈ ഒരു പടത്തിൻ്റെ വിജയം. ഒരു ഗംഭീര തിയേറ്റർ വിജയം തന്നെ ആയിരിക്കും ഈ പടം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ മലയാള സിനിമയോട് പൊതുവേ എല്ലാവർക്കും ഒരു പ്രതിപത്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ ചില ആൾക്കാർ ചെയ്ത പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പടത്തെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഇത് നമ്മൾ വിജയിപ്പിച്ചേ പറ്റൂ. നമ്മൾ 3.5 കോടി ജനങ്ങളുണ്ട്, ഇതിൽ 1 കോടി ആൾക്കാർ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ ഈ പടം ഗംഭീര വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൽ കൂടുതലാണെങ്കിലോ അതൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറും. ഒരു 250 കോടിയിലപ്പുറം കളക്ഷൻ കിട്ടുന്ന ഒരു ഗംഭീര പടം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം എന്നുള്ള റെക്കോർഡിൽ നമ്മളെ മഞ്ഞുമൽ ബോയ്സിന് അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് ഒരു 250 അല്ലെങ്കിൽ 300 കോടിയിലേക്ക് എത്താൻ കഴിയും ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് നിങ്ങളെല്ലാവരും പോയി കാണുകയാണെങ്കിൽ. എന്തായാലും പോയി തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് ഫാമിലിയുടെ കൂടെ തന്നെ പോയി കണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കണ്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് അർമാദിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടമാണെന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. സോ എ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി. 9.5 ഔട്ട് ഓഫ് 10.